മധ്യകേരളത്തിലെ പ്രധാന ബസ് ഓപ്പറേറ്റർമാരായ ശരണ്യ മനോജിന്റെ ശരണ്യയ്ക്കും റോബിൻ ഗിരീഷിന്റെ റോബിനുമിടയിൽ മുട്ടി നിൽക്കുന്ന ടിജോ ജോബി നടുവക്കാടിന്റെ തുഷാരും. പൊതുമധ്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് പല കാരണങ്ങളുണ്ട്. വേഗത കുറഞ്ഞ ചിലവ്, വൃത്തി, ജീവനക്കാരുടെ പെരുമാറ്റം, ചിട്ടയായ സർവീസ് കാലത്തിനൊത്ത് പുത്തൻ ബസ്സുകൾ, യാത്ര സുഖം, ഇവയെല്ലാം ഒരേപോലെ നിറവേറ്റി ഹൈറേഞ്ച് യാത്രയിൽ ജനങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ നേടിയ ഓപ്പറേറ്റർ. ഇന്ന് കുമളി എറണാകുളം സെക്ടറിൽ സർവീസ് നടത്തുന്ന ഗവൺമെന്റ് ബസ്സുകളുടെ ചരിത്രം നോക്കിയാൽ കാലപഴക്കം ചെന്ന ബസ്സുകളാണ് ബഹുഭൂരിപക്ഷവും. സർവീസ് നടത്തുക കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമുള്ള അപകടകരമായ റൂട്ടിലും. യാത്രക്കാർ കൂടുതലായി സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നതിന്റെ പ്രധാന കാരണവും തങ്ങൾ നൽകുന്ന പണത്തിന് സുരക്ഷിത യാത്ര സമ്മാനിക്കുന്നത് കൊണ്ടാണ്. അതിൽ 100% തുഷാരും നീതി പുലർത്തി 1992 ശേഷം 6 ബസ്സുകളോളം ഈ പെർമിറ്റിലേക്ക് വന്നു. അതുകൊണ്ട് കാലപഴക്കവും അപകടസാധ്യതയും ഒരു തരി പോലുമില്ലായിരുന്നു. തേക്കടി എറണാകുളം റൂട്ടിൽ ഏറ്റവും സമയലാഭത്തിൽ കൊച്ചിയിലെത്താൻ കഴിയുന്ന ബസ് സർവീസായിരുന്നു തുഷാരും. മികച്ച പെരുമാറ്റവും ചിട്ടയായ സർവീസും വേഗതയും കുറഞ്ഞ നിരക്കും യാത്രക്കാരുടെ പ്രിയപ്പെട്ട ബസ് സർവീസാക്കി തുഷാരത്തിനെ മാറ്റി. അനാവശ്യ മത്സരങ്ങളും വെല്ലുവിളികളും അമിതമായ അലങ്കാരപണികളിലുമല്ല പൊതുഗതാഗതമെന്നും. പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുന്ന പൗരന്റെ സമയത്തിനും സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യമെന്നും ബസ് സർവീസ് സേവനത്തിലൂന്നിയ വ്യവസായമെന്ന് തെളിയിച്ച തുഷാരും. അവസാനമായി ഇവരുടെ കൂട്ടാർ എറണാകുളം തൊടുപുഴ മൂവാറ്റുപുഴ വഴിയുള്ള സർവീസ് ഓടിയെങ്കിലും ഗവൺമെന്റ് പാളയത്തിൽ നിന്നു ടേക്ക് ഓവറും 140 കിലോമീറ്റർ വിഷയവും ആ സർവീസിനെയും ഇരുട്ടിലാക്കി. ഇനിയൊരു തിരിച്ചുവരവുണ്ടോയെന്ന് അറിയില്ല. തിരിച്ചുവരുമെങ്കിൽ പൊതുഗതാഗതത്തിൽ ഏറ്റവും സ്വീകാര്യത നേടിയ ജനപ്രിയ ബസ് സർവീസുകളിൽ തലയെടുപ്പോടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഹൈറേഞ്ച് സർവീസ് തന്നെയായിരിക്കും തുഷാരും.